അന്നെ നോക്കണേ പിന്നെ ഹലോ ഗൈസ്, എന്തൊക്കെയുണ്ട് വിശേഷം? അപ്പോൾ ഇതെന്തിനാ കരയണേന്നല്ലേ? ഞാൻ മാറ്റി ഒരുങ്ങി നിൽക്കുന്ന കണ്ടിട്ട് എന്നെ മനസ്സിലാവാനായിട്ട് എന്താണെന്നറിയില്ല. അതിന് വേണ്ടി കാര്യമായിട്ടോ. എൻ്റെ മുഖത്ത് നോക്കും അവള് കാര്യം. പിന്നെ ലാസ്റ്റിക്ക് റെഡി ആയിട്ടോ. എന്നാലും ഫസ്റ്റ് ഞാൻ മാറ്റി ഒരുങ്ങി വന്നപ്പോഴുള്ളൊരു അവസ്ഥയാണിത്. അപ്പോൾ ഞങ്ങൾ എങ്ങോട്ടാ പോകുന്നത് വെച്ച് കഴിഞ്ഞാൽ റിയാദിലോട്ട് പോകാം. ഞങ്ങൾ നിൽക്കുന്നത് ദവാദ്മി റിയാദിൻ്റെ അണ്ടറിലാണെന്നുണ്ടെങ്കിലും ദവാദ്മിന്ന് റിയാദിക്ക് ഏകദേശം 3.5-4 മണിക്കൂർ ട്രാവലിംഗ് വരുന്നുണ്ട് കേട്ടോ. ഈ റോഡൊക്കെ കണ്ടില്ലേ, എന്ത് ഭംഗിയാണെന്ന് കാണാനെന്നറിയോ. ഇങ്ങനെ അപ്പ് ആൻഡ് ഡൗൺ ആയിട്ട് ഇങ്ങനെ കാണാൻ നല്ല അടിപൊളിയാട്ടോ. പല റോഡ് വഴിയും പോവാം, ശക്ര വഴി പോവാം, പിന്നെ അൽഗോവ വഴി പോവാം, ഈ റോഡ് വഴി പോവാം. പക്ഷെ ഞങ്ങൾ കൂടുതലായിട്ട് ഈ റോഡ് വഴിയായിട്ട് പോകും. ഈ റോഡ് വഴി പോയി കഴിഞ്ഞാൽ നമുക്ക് ഒട്ടകങ്ങളൊക്കെ നമുക്ക് അടുത്തടുത്ത് നിന്ന് കാണാം. അതുപോലെ തന്നെ ഈ മണലും കാര്യങ്ങളൊക്കെ നമ്മൾ എങ്ങനെയാണ് ഇങ്ങനെ വീഡിയോസിലൊക്കെ കാണൂല, അതുപോലെ കാണാൻ കഴിയും. ദവാദ്മിയിലുള്ള വീഡിയോസ് ഒക്കെ ഇടുമ്പോൾ പറയാണ്ട് ദവാദ്മിയിലൊന്നും കാണാറില്ല. അപ്പൊ ഞങ്ങൾക്ക് വെള്ളിയാഴ്ച മാത്രമാണ് ലീവ് ഉള്ളത് ഹസ്ബൻഡിന്. അപ്പൊ ഏതെങ്കിലും ഒരു വെള്ളിയാഴ്ച, എല്ലാ വെള്ളിയാഴ്ച ഒന്നും റിയാദിക്ക് പോലും പോസിബിൾ അല്ല. അപ്പൊ ഏതെങ്കിലുമൊക്കെ വെള്ളിയാഴ്ച ഞങ്ങൾ ഇങ്ങനെ പോകട്ടും. അപ്പൊ ഇങ്ങനെ കാഴ്ചകളൊക്കെ കണ്ടിട്ട് എന്തൊക്കെയാണ് കാണാനുള്ളത്. റിയാദിൽ ഒരുപാട് കാണാണ്ട്, പക്ഷെ ഞങ്ങൾക്ക് അതിന്റെ ലൊക്കേഷൻസ് ഒന്നും അറിയില്ല. കുറെ ഇൻസ്റ്റയിലും അവിടെ ഇവിടെയൊക്കെ കണ്ടൊക്കെ അങ്ങനെ സേവ് ചെയ്ത് വെച്ചിട്ട് പിന്നെ അങ്ങനെ പോവാറാണ്. എന്നാലും ഞങ്ങൾ ട്രാവൽ ചെയ്ത് എത്തുമ്പോഴേക്ക് അവിടെ ഏകദേശം വൈകുന്നേരം ആയിട്ടുണ്ടാവും. പിന്നെ ആകെ 3-4 മണിക്കൂർ നമുക്ക് അവിടെ കിട്ടുള്ളൂ. പിന്നെ തിരിച്ചിങ്ങോട്ടും എത്തണമല്ലോ. അപ്പൊ ഇതാട്ടെ ഇവിടുത്തെ കാഴ്ചകൾ. ഇതാ കണ്ട ഒട്ടകങ്ങളൊക്കെ നമ്മളിങ്ങനെ റോഡ് സൈഡിലൊക്കെ വന്നിങ്ങനെ നമുക്ക് നല്ല രീതിയിൽ കാണാം. നമുക്ക് വേണമെങ്കിൽ അവർക്ക് ഫുഡ് കൊടുക്കുകയൊക്കെ ചെയ്യും. റിയാദ് എത്തുന്നതിന് മുമ്പ് ഞങ്ങൾ ഫുഡ് കഴിച്ചായിരുന്നു. അതിന്റെ വീഡിയോ ഒന്നും എടുക്കാൻ പറ്റില്ല കേട്ടോ, മോള് കാരണതുകൊണ്ട്. ആദ്യം ഞങ്ങൾ പോയത് കിൻഡൻ ടവറിലോട്ടാട്ടോ. ഈ കാണുന്നതാണ് സൗദിയിലെ കിൻഡൻ ടവർ കേട്ടോ. ഇതിന്റെ മേലെ കയറി കഴിഞ്ഞാൽ ആ വര പോലെ നിൽക്കുന്ന ഭാഗം ഉണ്ടല്ലോ, അവിടെ കയറി കഴിഞ്ഞാൽ നമുക്ക് റിയാദ് മൊത്തം കാണാം കേട്ടോ. പക്ഷെ അതിന് പൈസ നല്ലോണം കൊടുക്കണം തോന്നുന്നു. എത്ര 68-80 എന്തോ ആ റേഞ്ചിൽ റിയാൽ കൊടുക്കണം. അപ്പൊ ഞങ്ങൾ അതിന്റെ പുറത്തിരുന്ന് ഫോട്ടോ എടുക്കും. അതുപോലെ തന്നെ അതിന്റെ ഉള്ളിൽ മാളാണ് കേട്ടോ. ഫസ്റ്റ് ഫ്ലോറിലൊക്കെ മാളാണ്. അപ്പൊ അതൊക്കെ ഒന്ന് കണ്ട് 2-3 ഫോട്ടോസ് ഒക്കെ എടുത്തിട്ട് അവിടെ നിന്ന് പോരും. അതാണ് ചെയ്യാറ് കേട്ടോ. അപ്പോൾ ഇതാണ് അവിടെ അതിന്റെ പുറം ഭാഗത്തുള്ള കാര്യങ്ങളൊക്കെ അതാണ്. പിന്നെ നമ്മൾ അതിന്റെ ഉള്ളിലോട്ട് എൻട്രൻസിലോട്ട് കയറി കേട്ടോ. ആദ്യം ഞങ്ങൾ പാർക്കിങ് ചെയ്തിട്ടാട്ടോ വന്നത്. അണ്ടർഗ്രൗണ്ട് പാർക്കിംഗ് ചെയ്തതിന് ശേഷമാണ് ഈ പുറത്തിറങ്ങിയിട്ട് ഇതിന്റെ പുറം കാഴ്ചകളൊക്കെ കണ്ട് എന്നിട്ട് അകത്തോട്ട് കയറി. ഈ ടവറിന്റെ ഫസ്റ്റ് ഫ്ലോറിലാണ് മാളും കാര്യങ്ങളൊക്കെ വരുന്നത്, ഷോപ്പും കാര്യങ്ങളും കോഫി ഷോപ്പുകളൊക്കെ വരുന്നത്. പിന്നുള്ളതൊക്കെ ഹോട്ടൽസ് ആട്ടോ. ഇതിലൊരു ഹോട്ടലിൽ തന്നെ ഒരു റൂമിന് തന്നെ നല്ല പൈസ കൊടുക്കേണ്ടി വരുമല്ലോ അല്ലെ. അങ്ങനെ അപ്പൊ ഇതാണ് ഇതിന്റെ ഒരു വ്യൂ എന്ന് പറയുന്നത്. ഇവിടെയാണ് ഷോപ്പിംഗ് ചെയ്യാനുള്ള ഏരിയാസ് ഒക്കെ വരുന്നത്. ഒരു കിൻഡൻ ടവറിന്റെ ഒരു ഇത് ഞങ്ങൾ കണ്ടല്ലോ സ്ട്രക്ചർ. അപ്പൊ ആ ഉള്ളിലും ആ ഒരു രീതിയിൽ ഇങ്ങനെ ഒരു കർവ്ഡ് ആയിട്ടൊക്കെ ആണ് ഉള്ളത് കാര്യങ്ങള്. അപ്പൊ ഇതാണ് അതിന്റെ ഒരു വ്യൂ എന്ന് പറയുന്നത്. ഉള്ളിൽ എന്തൊക്കെയോ പണി നടക്കുന്നതുകൊണ്ട് കുറെ ഷോപ്പുകളൊക്കെ അടച്ചിട്ട് കേട്ടോ. മാള് എന്നുള്ള ഒരു പ്രതീതി ഒന്നും തോന്നിയില്ല. കുറച്ച് സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള, കുറച്ച് ഡെവലപ്ഡ് ആയിട്ടുള്ള, എന്താണ് ഇപ്പൊ അതിന് പറയാ, എക്സ്പെൻസീവ് ആയിട്ടുള്ള ആൾക്കാരൊക്കെ വന്നിട്ട് അവിടെ കറങ്ങി അടിച്ച് നടക്കുന്നുണ്ട്, കോഫി കുടിക്കുന്നുണ്ട്. പിന്നെ ഒരുപാട് ഷോപ്പുകൾ അടച്ചിട്ടും ചെയ്തിട്ടുണ്ട് കേട്ടോ. എന്താണെന്നറിയില്ല, അവിടെ എന്തൊക്കെയോ മറച്ച് വെച്ചൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പൊ എന്തെങ്കിലും പണി നടക്കിയ കാരണം അപ്പൊ ഞങ്ങൾ കൂടുതൽ നേരം അവിടെ നിന്നില്ല. പിന്നെ വേറെ കുറെ കാര്യങ്ങൾ കാണാൻ പോകുന്നതുകൊണ്ട് ഇവിടെ പ്രത്യേകിച്ച് ഒന്നും കാണാനുമില്ല. നമുക്ക് പൈസ കൊടുത്ത് എന്തായാലും നമ്മൾ മേലെ കയറിയിട്ട് യാതൊന്നും കാണാനും പോകുന്നില്ല. അപ്പോൾ ഞങ്ങൾ നേരെ പുറത്തോട്ട് തന്നെ ഇറങ്ങിട്ടോ. എന്നിട്ട് ലാസ്റ്റ് പാർക്കിംഗ് തപ്പി നടക്കാണ്. ഈ പാർക്കിംഗ് എവിടെയാണെന്ന് കണ്ടുപിടിച്ചിട്ട് വേണം. കുറെ എൻട്രൻസും എക്സിറ്റും ഇവിടെ കിടക്കുന്നുണ്ട് കേട്ടോ. അതുകൊണ്ട് തന്നെ പാർക്കിംഗ് എവിടെ ചെയ്തൊന്നും ഒരു ഐഡിയ ഇല്ല. അപ്പൊ നമ്മൾ അത് നോക്കി ഇങ്ങനെ നടക്കാട്ടോ. ഇതാണ് ആ കിൻഡൻ ടവറിന്റെ എക്സിറ്റുള്ള ഒരു വ്യൂ എന്ന് പറയുന്നത്. ഇങ്ങനെ ഈ ഒരു സംഭവമൊക്കെ ആയിട്ട് നല്ല രീതിയിൽ ഒരു ഡിസൈൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ മിററുകളൊക്കെ കുറെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പൊ നമ്മളിങ്ങനെ കുറച്ചേരൊക്കെ അവിടെ ഇരുന്ന് പാർക്കിംഗ് തപ്പി നടന്നാണ്. അപ്പൊ അതിന്റെ പൂന്തോട്ടൊക്കെയാണ് അവിടെ കുറച്ചേരം ഇരുന്നു കേട്ടോ. അപ്പൊ ഇതാണ് അതിന്റെ പാർക്കിംഗ് ഏരിയ. ഞാൻ പറഞ്ഞില്ലേന്ന് കുറെ എക്സ്പെൻസീവ് ആയിട്ടുള്ള കാറുകളൊക്കെ ഉണ്ട്. അതാ ഈ ഏരിയയിലാണ് അതുള്ളത്. വളരെ വെറൈറ്റി ഓഫ് കാറുകൾ നമുക്ക് ഇവിടെ കാണാം. ഇയാളെ കുറിച്ചൊന്നും കൂടുതലൊന്നും പറയാൻ എനിക്കറിയില്ല കേട്ടോ. നമ്മൾ ഫോട്ടോസിലൊക്കെ കണ്ടിട്ടുള്ള പലതരം കാറുകളും ഇവിടെ കാണാമെന്നുള്ളൂ. ഇതൊക്കെ കണ്ടോ, മാറ്റ് ഫിനിഷിംഗ് ആണ് തോന്നുന്നു. ഭയങ്കര ഒരു ഗ്ലോസി ആയിട്ടുള്ള ഒരു സംഭവം.
അങ്ങനെ ഇവിടുത്തെ വണ്ടികളൊക്കെ ഇങ്ങനെ നമ്മൾ കണ്ടിട്ട് നമ്മളെ വണ്ടി കണ്ടുപിടിച്ചിട്ട് ലാസ്റ്റ് പിന്നെ നമ്മൾ അവിടുന്ന് പുറത്തേക്ക് ഇറങ്ങി. പിന്നെ ഞങ്ങൾ പോകാൻ വിചാരിച്ചത് റിയാദ് ബോളിവാർഡ് സിറ്റിയിലോട്ടാട്ടോ. അപ്പോൾ ഞങ്ങൾ പുറത്തേക്ക് ഇറങ്ങിയപ്പോഴുള്ള കിൻഡൻടവറിന്റെ ഒരു വ്യൂ ആണ്. അപ്പോൾ ഏകദേശം 6 മണിക്ക് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ലൈറ്റൊക്കെ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഇതാണ് അവിടുത്തെ സിറ്റിത്തെ വ്യൂ കേട്ടോ. നല്ല രസമായിരുന്ന വ്യൂ കാണാൻ വേണ്ടി അവർ ലൈറ്റൊക്കെ ഇട്ടിട്ട് അതിന്റെ ബോഡിമ കൂടി ഇങ്ങനെ പാസ് ചെയ്യുന്ന ലൈറ്റുകളൊക്കെ പാസ് ചെയ്ത് ഓരോ ഇമേജസ് ഒക്കെ വരുന്നൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. റിയാദിക്ക് വരുന്നത് ഭയങ്കര ഇഷ്ടാട്ടോ. എന്താണെന്നറിയില്ല, ഇവിടെ കുറെ സിറ്റികൾ കാണാം, വലിയ വലിയ ബിൽഡിങ്ങുകൾ കാണാം, ഒരുപാട് കാര്യങ്ങൾ കാണാനുണ്ട് കേട്ടോ. ഒന്നാമത് ഈ രാത്രിക്കത്തെ ഇവിടുത്തെ കാഴ്ച ഉണ്ടല്ലോ, ഒരുപാട് ലൈറ്റുകൾ, എല്ലാ ബിൽഡിങ്ങുകളും നല്ല നല്ല ലൈറ്റുകൾ ഇട്ടിട്ടുള്ള ഒരു വ്യൂ, അതെനിക്ക് ഭയങ്കര ഇഷ്ടാട്ടോ. പിന്നെ ഒരുപാട് വണ്ടികൾ, ഒരുപാട് ആൾക്കാർ, ഷോപ്പ് കാര്യങ്ങളൊക്കെ ഭയങ്കര രസമാണ് കാണാൻ കേട്ടോ. അപ്പൊ ഇതൊക്കെ കണ്ടില്ലേ, ഭയങ്കര അടിപൊളിയാണ് ഇവിടുത്തെ വ്യൂ എന്ന് പറയുന്നത്. അപ്പൊ ഇത് കാണാനായിട്ട് എനിക്ക് വരുന്നത് ഇവിടെ ഭയങ്കര ഇഷ്ടം. ഇവിടെ വേറെ ഒന്നും പ്രത്യേകിച്ചൊന്നും കാണാൻ പോയില്ലെങ്കിൽ ഇങ്ങനത്തെ സിറ്റി നൈറ്റ് വ്യൂ കാണുന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടം. ഞങ്ങൾ നെക്സ്റ്റ് പോയത് പിന്നെ ബോളിവാർഡ് സിറ്റിയിലോട്ടാണ്. ബോളിവാർഡ് വേൾഡും ഉണ്ട് ഇവിടെ, ബോളിവാർഡ് സിറ്റി ഉണ്ട്. ബോളിവാർഡ് വേൾഡിലോട്ട് എൻട്രി ഫീസ് ഉണ്ട് തോന്നുന്നു. അതിന്റെ തൊട്ടപ്പുറത്ത് തന്നെയാണ് ബോളിവാർഡ് സിറ്റി ഉള്ളത് കേട്ടോ. അപ്പൊ ഞങ്ങൾ ബോളിവാർഡ് സിറ്റിയിലോട്ട് കയറിയത്. അവിടെ ഓൾമോസ്റ്റ് പാർക്കിംഗ് ഒക്കെ ഫുൾ ആയിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ എത്തുമ്പോൾ ഏകദേശം 8 മണി ആ റേഞ്ചിലായിട്ടുണ്ട്. അപ്പൊ തന്നെ എല്ലാവരും എത്തിയിട്ടുണ്ട്. നല്ല പാർക്കിംഗ് ഒക്കെ ഫുൾ ആയിട്ട് നല്ല റഷ് ആയിട്ടുണ്ടായിരുന്നു. ഇതാണ് അതിന്റെ ഒരു പുറത്തുള്ള കാഴ്ചകൾ കേട്ടോ. വലിയ വലിയ സ്ക്രീനുകൾ, അതിൽ ഓരോന്ന് പ്ലേ ചെയ്യുന്നത് നല്ല രസമാണ് കണ്ടിരിക്കാൻ. നമ്മളൊരു ലണ്ടൻ, യൂറോപ്പ് ആ ഒരു സ്ഥലത്തേക്കൊക്കെ പോയൊരു വൈബാണ് നമുക്ക് കിട്ടുക. ഇതിന് മുമ്പ് ഒരു തവണ ഞങ്ങൾ വന്നപ്പോൾ ഇവിടുത്തെ റോപ്പ് വാനൊക്കെ വർക്കിംഗ് ആയിരുന്നു കേട്ടോ. ഇപ്പൊ അതൊക്കെ ക്ലോസ് ചെയ്തിട്ടുണ്ട്, അതൊന്നും അനങ്ങുന്നൊന്നുമില്ല കേട്ടോ. ഇവിടെ വേറെ എന്തോ ഒരു കോമഡി ഫെസ്റ്റിവൽ നടക്കുന്നുണ്ട്. അതിന്റെ ഫുൾ പരസ്യങ്ങളാണ് ഈ ബോളിവാർഡ് സിറ്റി മുഴുവനായിട്ടുള്ളത്. റിയാദ് കോമഡി ഫെസ്റ്റിവൽ നടക്കുന്നുണ്ട് ഇവിടെ. അപ്പൊ അതിന്റെ പരസ്യങ്ങളും അതിന്റെ മൈക്കാണ് അതിന്റെ മെയിൻ. അപ്പൊ അതിന്റെ ഓരോ മിനിയേച്ചേഴ്സും കാര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ട് കേട്ടോ. ഇത് പിന്നെ നമുക്ക് എല്ലായിടത്തുള്ള സംഭവം ഈ പാവന എടുക്കുന്നതുണ്ടല്ലോ, ഇതാണ് കേട്ടോ അതിന്റെ അടുത്ത വ്യൂ. ഇതൊരു എൻട്രൻസ് ആണ്. പിന്നെ ഉള്ളിലോട്ട് ഒരുപാട് കാര്യങ്ങൾ കാണാനുണ്ട് കേട്ടോ. ഞാൻ കുറച്ചൊക്കെ വീഡിയോസ് എടുത്തിട്ടുണ്ട്, മുഴുവനായിട്ടൊന്നും എടുത്തിട്ടില്ല കേട്ടോ. കുറെ നമ്മൾ കണ്ട് ഇങ്ങനെ നടന്നു, അപ്പൊ വീഡിയോ എടുക്കാൻ മറന്നുപോയി. പൊതുവെ എന്റെ മോള് പുറത്തിറങ്ങിയാൽ കരച്ചില്ലാട്ടോ. പക്ഷെ ഇവിടേക്ക് എത്തിയപ്പോൾ അവളും ഇതിങ്ങനെ കണ്ടുകൊണ്ടിരുന്നു കേട്ടോ. അവളെ സ്റ്റോളിൽ ഇരുന്നിട്ട് നല്ല ലൈറ്റുകളും ഒരുപാട് ആൾക്കാർ, നല്ല ഡിഫറെന്റ് ലൈറ്റുകൾ, കണ്ണിന് തന്നെ നല്ല രസമാണല്ലോ കാണാൻ. അപ്പൊ അവളും അതൊക്കെ കണ്ട് ഇങ്ങനെ നടന്നു കേട്ടോ. അവൾ കാരണമൊന്നുമില്ല, ഫുൾ എൻജോയ് ചെയ്ത്, അവളും എൻജോയ് ചെയ്ത്. അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് നല്ല രീതിയിൽ എൻജോയ് ചെയ്ത് ഇങ്ങനെ കാണാൻ പറ്റിട്ടോ. അതിന് മുമ്പ് വേണ്ട ഇവിടെ 360 ഡിഗ്രി റൊട്ടേറ്റ് ചെയ്യുന്ന, എന്നിട്ട് വീഡിയോ ഒക്കെ എടുക്കുന്ന സെറ്റപ്പ് ഉണ്ടായിരുന്നു കേട്ടോ. എന്നിട്ട് ഈ കുട്ടി ഉണ്ടല്ലോ നല്ല രീതിയിൽ ഡാൻസ് കളിച്ചിട്ട് വീഡിയോക്ക് പോസ് ചെയ്തിരുന്നു കേട്ടോ. അത് നോക്കി നോക്കി. എൻട്രൻസ് ഏരിയകളിലൊക്കെ ഇതുപോലത്തെ കുറെ വലിയ വലിയ ബിൽഡിങ്ങുകൾ, എന്നിട്ട് അതിന് കുറെ സ്ക്രീനുകളൊക്കെ ആണ് കേട്ടോ. ആ ബിൽഡിങ്ങിന്റെ താഴെ കോഫി ഷോപ്പുകൾ, ഡ്രസ്സിന്റെ ഷോപ്പുകൾ, അതുപോലെ തന്നെ ഷൂസ്, അങ്ങനത്തെ ഷോപ്പിംഗ് ഏരിയാസ് ഉള്ളത്. പിന്നെ ഫുഡ്, നമുക്ക് കഴിക്കേണ്ട ഫുഡിന്റെ ഒക്കെ ഉണ്ട്. പിന്നെ ഇതുപോലത്തെ കുറെ മിനിയേച്ചർ ഐറ്റംസ് ഒക്കെ ഉണ്ട് കേട്ടോ. നമുക്ക് വേണമെങ്കിൽ ഇവിടെ ഫോട്ടോസും വീഡിയോസ് ഒക്കെ എടുത്തരാൻ ആൾക്കാർ കിട്ടും. നല്ല പൈസയും കൊടുക്കേണ്ടി വരും. പക്ഷെ നമ്മൾ തന്നെ ഫോട്ടോസും വീഡിയോസ് ഒക്കെ എടുത്തിട്ട് അഡ്ജസ്റ്റ് ചെയ്യുന്നുണ്ട്. അതിനനുസരിച്ചുള്ള ബാക്ക്ഗ്രൗണ്ടുകളൊക്കെ അവർ അവിടെ സെറ്റപ്പ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അവിടുന്ന് നേരെ മുന്നോട്ട് പോകുമ്പോൾ ഇതുപോലെ ഒരു ഏരിയ ആയിട്ടുള്ളത്. ഇതിന്റെ ലെഫ്റ്റുക്കോ റൈറ്റുക്കോ ഒക്കെ പോകാൻ നമ്മൾ നേരെ മുന്നോട്ടാണ് നടന്നത്. ഇവിടെ റൗണ്ട് ആയിട്ടുള്ള ഒരു ഇതാണുള്ളത്. ഇതിന്റെ താഴെ മൊത്തം കോഫി ഷോപ്പുകളും ഫുഡിന്റെ ഏരിയകളാണ് ഉള്ളത്. ഫുൾ ഗ്രീൻ ആയിട്ടുള്ള പച്ചപ്പും ചെടികളും പരിതാപങ്ങളും ഒക്കെ ആയിട്ട് ഫുൾ സെറ്റ് ചെയ്തിട്ടുള്ളത്. ഈ ഒരു ഏരിയ മൊത്തം അങ്ങനെ ഒരു ഗ്രീൻ മയത്തിലാണ് അവർ സെറ്റ് ചെയ്തിട്ടുള്ളത് കേട്ടോ. നേരെ മുന്നോട്ട് പോയൊരു വാട്ടർ ഡാൻസിന്റെ ഇതുണ്ട്. പിന്നെ അതിന്റെ ചുറ്റോറും കോഫി ഷോപ്പുകളും ഫുഡിന്റെ ഐറ്റംസും ആയിട്ടുള്ളത്. ഞാൻ പറഞ്ഞില്ല, ഇവിടെ റിയാദ് കോമഡി ഫെസ്റ്റിവൽ നടക്കുകയാണ്. അതുകൊണ്ട് തന്നെ അതിന്റെ പ്രൊമോഷൻസും അതിന്റെ ഓരോ മിനിയേച്ചർ ഐറ്റംസ് ഒക്കെയാണ് ഇവിടെ ഫുൾ അധിക സ്ഥലങ്ങളിൽ അതിങ്ങനെ സെറ്റപ്പ് ചെയ്തിട്ടുണ്ട് കേട്ടോ. നമ്മള് എല്ലാവരും കണ്ടിട്ടൊക്കെ കയറാൻ വേണ്ടി
വേണ്ടിയിട്ടേ കാര്യം. അപ്പോൾ ഇതാണ് ഞാൻ പറഞ്ഞ വാട്ടർ ഡാൻസ്. പാട്ടൊക്കെ അവര് നോർമലി അവിടെ എല്ലായിടത്തും വെച്ചിട്ടുള്ള ഒരു പാട്ട് തന്നെ വെച്ചിട്ടുള്ളത്. അത് അതിനനുസരിച്ചിട്ടൊന്നല്ല വാട്ടർ ഡാൻസ് ഇതാക്കുന്നത്, അതിങ്ങനെ കണ്ടിന്യൂസ്ലി ചെയ്തുകൊണ്ടേ ഇരിക്കുകയാണ്. അപ്പോൾ ഇതാണ് ഇവിടുത്തെ ഒരു വ്യൂ എന്ന് പറയുന്നത്. നമുക്ക് അവിടെ ഇരുന്നിട്ട് കോഫി കുടിക്കാം, ഫുഡ് കഴിക്കാം, അതിനുള്ളൊക്കെ ഏരിയാസ് അവരവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞങ്ങൾ അവിടുന്ന് കുറച്ച് ഒരു ജ്യൂസ് മേടിച്ചിട്ട് കുടിച്ചു. ഞങ്ങൾ മാത്രമായിട്ട് പോയിരുന്നു, വേറൊരു ഫാമിലിയും കൂടി ഞങ്ങൾ കൂടെ ഉണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ ജ്യൂസൊക്കെ കുടിച്ചിട്ട് അവിടെ കുറച്ച് നേരമൊക്കെ ഒന്ന് ഇരുന്നു കേട്ടോ. അവിടെ ഇരുന്നുകാണ്ട് ഇങ്ങനെ ജ്യൂസൊക്കെ കുടിച്ച് വർത്താനൊക്കെ പറഞ്ഞിരിക്കാൻ നല്ല രസം. ഇവിടെ ഡോഗ്സിനായിട്ട് ഇവിടെ ഒരു ഏരിയ ഉണ്ട് കേട്ടോ. അതിന്റെ ഷോകൾ നടക്കുന്ന ഒരു ഏരിയ ഉണ്ട്. അതാണ് കേട്ടോ ഈ കാണുന്നത്. വലിയൊരു ഡോഗിന്റെ ഒരു സ്റ്റാച്ചു അവിടെ കണ്ടില്ലേ. അപ്പോൾ ഇവിടെ കുട്ടികളൊക്കെ ഒരു ഡോഗിനെ ഇവിടെ പുറത്ത് നിർത്തിയിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് ആ കുട്ടികളൊക്കെ അതിനെ വന്ന് തൊടുന്നും അതിനെ കളിപ്പിക്കുന്നൊക്കെ ഉണ്ട് കേട്ടോ. അത് അതിനെ നിന്ന് കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മൾ കുറച്ച് ബാത്റൂമിലൊക്കെ പോയി ഒന്ന് എല്ലാം ഫ്രഷ് ആയിട്ട് പിന്നെ കാണാൻ ഇറങ്ങി കേട്ടോ. ഇതാണ് കേട്ടോ അവിടുത്തെ ബാത്റൂമിന്റെ ഉള്ളത്തെ ഒരു സെറ്റപ്പ്. നല്ല അടിപൊളി ആംബിയൻസ് അല്ലേ. എനിക്ക് നല്ല ഇഷ്ടമായി അവിടുത്തെ ബാത്റൂം. അവിടുന്ന് ഫോട്ടോ എടുക്കാനൊക്കെ നല്ല അടിപൊളിയാണ്. ഉണ്ടല്ലോ ഇത് പലപ്പോഴും കണ്ടിട്ടുണ്ട് കേട്ടോ, ഇങ്ങനെ അടിക്കുന്നത് ഈ ബൊളിവാർ സിറ്റിയിൽ വരുമ്പോൾ തന്നെയാണ്. പക്ഷെ ഇതുവരെ ആരും ആ ഒരു 886 അല്ലെങ്കിൽ എത്രയാണോ ലാസ്റ്റത്തെ വിൻ പ്രൈസ് അതിന്റെ മേലോട്ട് പോകുന്നത് ഞാൻ കണ്ടിട്ടില്ല. ഇതിനി അവര് ഓൾറെഡി സെറ്റ് ചെയ്ത് വെക്കുന്നതാണെങ്കിൽ അതിന്റെ മേലെ പോകരുതെന്ന് സെറ്റ് ചെയ്ത് വെക്കണമെന്ന് എന്താണ് സംഭവം എനിക്കറിയില്ല കേട്ടോ. പിന്നെ ഇങ്ങനത്തെ ഗെയിമിന്റെ ഏരിയാസ് ഉണ്ട്. നമ്മൾ കാർഡ് സ്വൈപ്പ് ചെയ്യുക, കളിക്കുക, പോവുക. ഇതൊന്നും മാനേജ് ചെയ്യാനൊന്നും ആരുമില്ല. നമ്മൾ നടക്കുന്ന വഴിയിൽ ഇങ്ങനെ വെച്ചിട്ടുള്ളതാണ് കേട്ടോ. ഞാനും കുറച്ചൊന്ന് കുലുക്കി നോക്കി, പൈസ ഒന്നും ഇടാതെ വെറുതെ കുലുക്കി നോക്കി. പിന്നെ ഇങ്ങനത്തെ ഒരു വാട്ടർഫാളിന്റെ ഏരിയ ഉണ്ട്. ഇതിന് മുന്നേ തവണ ഞാൻ ഇവിടെ വന്ന ടൈമിൽ ഉണ്ടല്ലോ, ഇത് വാട്ടർഫാൾ ചെയ്യുന്ന ടൈമിൽ, അതായത് മേലെ താഴോട്ട് വീഴുന്ന ടൈമിൽ പല ഡിസൈനുകളും പല ആകൃതിയിലൊക്കെ വീഴുമായിരുന്നു. ഇപ്പോൾ ഡിസൈനും ആകൃതിയൊന്നും ഇല്ല, അതൊക്കെ എന്തൊക്കെയോ തകർന്നിരിക്കുന്ന പോലെ ഉണ്ട്. പിന്നീട് ഞങ്ങൾ പോയത് ഈ ഒരു ഏരിയയിലോട്ടാട്ടോ. ഈ ഒരു ഏരിയയിൽ ഒരുപാട് പേരുടെ കൈകൾ പതിപ്പിച്ചിട്ടുള്ള ഏരിയ ആണ് കേട്ടോ. ഇവിടുത്തെ ഫേമസ് ആൾക്കാരെ കൈകൾ, അതുപോലെ തന്നെ നമ്മളെ കുറച്ച് ആൾക്കാരുണ്ട് കേട്ടോ. അതായതൊക്കെ നമുക്ക് അറിയാവുന്ന കുറച്ച് ആൾക്കാരുടെ ഉണ്ടായിരുന്നു. നെയ്മറിന്റെ ഉണ്ടായിരുന്നു, റൊണാൾഡോ ഉണ്ടായിരുന്നു, പിന്നെ സൽമാൻ ഖാൻ, അമിതാഭ് ബച്ചൻ, അവിടുത്തെ ഉണ്ട് കേട്ടോ. നെയ്മർ ജൂനിയർ, സൽമാൻ ഖാൻ ഉണ്ട്. അങ്ങനത്തെ കുറച്ച് പേരതൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. വേറെ മറ്റൊരുതൊക്കെ ഞാൻ വീഡിയോ എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നു, ഇപ്പൊ കാണാനല്ല. പിന്നെ ഞങ്ങൾ ബൊളിവാർഡ് സ്റ്റുഡിയോസിൽ എൻ്റർ ചെയ്തു. ഫോട്ടോ എടുക്കാൻ പറ്റിയ കുറേ സ്പോട്ടുകളുണ്ട് അവിടെ. പിന്നെ റിയാദ് കോമഡി ഫെസ്റ്റിവലിന്റെ ഭാഗമായിട്ട് അവരുടെ പ്രൊമോഷന്റെ ഭാഗമായിട്ട് തന്നെ അവർ കുറേ ഫോട്ടോ എടുക്കാനുള്ള ഏരിയാസ് വെച്ചിട്ടുണ്ട് കേട്ടോ. ഈ കാണുന്നൊക്കെ ആ റിയാദ് കോമഡി ഫെസ്റ്റിവലിന്റെ ഭാഗമായിട്ട് അവർ സെറ്റ് ചെയ്തിട്ടുള്ള കാര്യങ്ങളാണ്. ഇത് കണ്ടോ, ഇവിടെ ഹൊറർ ഹൗസ് ഉണ്ട് കേട്ടോ. സീല ഹൗസസ് അങ്ങനെ എന്താണ് ഇതിന്റെ പേര്. അവിടുന്ന് ഞാൻ വീഡിയോ എടുക്കുന്നതിന് തൊട്ട് മുമ്പ് 2-3 പെൺകുട്ടികൾ ഇങ്ങനെ വലിയ ഒച്ചട്ട് ഇറങ്ങി വരുന്നുണ്ടായിരുന്നു കേട്ടോ. നമ്മൾ അതിൽ കയറിയില്ല, അതിനും ടിക്കറ്റ് കൊടുക്കണം. നമ്മൾ വെറുതെ ഫ്രീ ആയിട്ട് ഇങ്ങനെ കാണുക, ആസ്വദിക്കുക, പോരുക. പൈസ കൊണ്ടുള്ള ചെലവാക്കലൊന്നും നമുക്കില്ല കേട്ടോ. അത് കാണാൻ തന്നെ നല്ലോണ്ട്. പിന്നെ ഇങ്ങനെ വെറുതെ എന്തിനാ നമ്മൾ ടിക്കറ്റ് എടുക്കുന്നത്. അപ്പോൾ അതാ പോണ വഴിക്ക് കണ്ടതാട്ടെ നമ്മൾ ഈ ഹിപ്പോപ്പൊട്ടാമസിന് അതിന്റെ ബാക്ക് കേക്കി കൊടുക്കാൻ വരെ ഇവിടെ വള്ളം അവർ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. ഇവിടെ ഹിപ്പോപ്പൊട്ടാമസ് ആണെങ്കിൽ അപ്പുറത്ത് ആനയുണ്ട് കേട്ടോ. ആരൊക്കെയാണ് ഇപ്പൊ നിൽക്കുന്നത്. നമ്മൾ വീഡിയോ എടുത്തരാൻ ഫോട്ടോ എടുത്തരാനൊക്കെ ഇവിടെ ആൾക്കാർ റെഡി ആട്ടോ. നമ്മൾ ജസ്റ്റ് പോസ് ചെയ്ത് കൊടുത്താൽ മാത്രം മതി കേട്ടോ. അങ്ങനത്തെ ഓരോ മിനിയേച്ചേഴ്സ് വരുന്നുണ്ട് കേട്ടോ. നല്ല അടിപൊളിയാണ് കാണാൻ, നല്ല രസമാണ് കേട്ടോ. പിന്നെ നമ്മൾ ഏതോ ഒന്നിന്റെ ഉള്ളിൽ കയറി കേട്ടോ. അപ്പൊ ഉള്ളിൽ കയറി നോക്കുമ്പോൾ ഗെയിം കളിക്കുന്ന സ്ഥലമാണ്. ഈ TV ഗെയിം, വീഡിയോ ഗെയിം, അതുപോലെ തന്നെ ഈ തോക്ക് ഒക്കെ വെച്ചിട്ടുള്ള ഗെയിമുകളൊക്കെ കളിക്കുന്ന സ്ഥലമാട്ടോ അത്. പിന്നെ അതിന്റെ ഉള്ളിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങിയിട്ട് നമ്മളിങ്ങനെ നടന്നുകൊണ്ടിരിക്കാട്ടോ. എന്തെങ്കിലും അങ്ങനെ കാണാനുള്ളത് നോക്കിയിട്ട് ഇങ്ങനെ നടക്കുകയാണ്. ഇത് കണ്ടോ ഗൈസ്, ഇവിടെ കുറച്ച് മിറേഴ്സ് വെച്ച് കണ്ടിട്ട് നമ്മൾ പഠിച്ചിട്ടില്ലേ കോൺകേവ് കോൺവെക്സ് ലെൻസുകളൊക്കെ, അങ്ങനത്തെ ലെൻസുകളൊക്കെ വെച്ച് കേട്ട് നമ്മൾ പല ഷേപ്പിലും പല ആകൃതിയിലും കാണാൻ. ഞാൻ പിന്നെ ഒക്കത്തിനും തട്ടിണ്ടായിക്കാണ്. ഒരു ഫോട്ടോ എടുത്ത് വെച്ചാളാ. എന്റെ പല്ലൊക്കെ നോക്കത്തില്ല, 4 പല്ല്. ഇത് നീളമുള്ളവർക്കുള്ളതാ. നീളം കുറഞ്ഞ നീളത്തില് വേണ്ടവർക്ക്.
പിന്നെ അവിടെ നമ്മൾ രസകരമായിട്ടുള്ള സംഭവം കണ്ടിട്ടോ, ഈ ഫ്ലൂട്ടും കാര്യങ്ങളൊക്കെ വായിക്കുന്ന ആൾക്കാർ ഇവരെ മുടി നോക്കിയാൽ ലേഡീസിന്റെ അടിപൊളിയല്ലേ, കാണാനും നല്ല ഭംഗിയുണ്ട് കേട്ടോ. വല്ല ഡോളിന്റെ പോലെ ആയിരുന്നു കേട്ടോ അതിൽ ഉണ്ടായിരുന്നത്. ഇതൊക്കെ ആ പ്രൊമോഷന്റെ ഭാഗമായിട്ട് റിയാദ് കോമഡി ഫെസ്റ്റിവലിന്റെ ഭാഗമായിട്ടുള്ള കേട്ടോ. എന്താ ചിരി. അപ്പോൾ അതൊക്കെ ഉള്ള ഗൈസ് ഇന്നത്തെ റിയാദ് വ്ളോഗിലുള്ളത്. നമ്മൾ ആകെ 2 സ്ഥലം വിസിറ്റ് ചെയ്തിട്ടുള്ളൂ കേട്ടോ. ഇനി വേറെ ദിവസം പോകുമ്പോൾ ബാക്കി കാണിച്ചു തരാം. അപ്പോൾ ഓക്കെ, ബൈ.